ഹലോ, നമ്മൾ എന്നുള്ളത് കേരളത്തിലെ മഹത്തായ മനോഹരമായ ഒരു പാരമ്പര്യം ഉറങ്ങിക്കിടക്കുന്ന ഒരു ഗ്രാമത്തിലാണ്. അത് വേറൊന്നുമല്ല, ഈ സ്ഥലം ബാലരാമപുരം തന്നെയാണ്. കേരളത്തിന്റെ പൈതൃകമായ കൈത്തറി നെയ്ത്ത് വ്യവസായത്തിന് സംശുദ്ധമായ പാരമ്പര്യം ഇന്നും പേറുന്ന ഒരു കൊച്ചു ഗ്രാമമാണിത്. 19ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ബാലരാമവർമ്മ മഹാരാജാവിന്റെ ഭരണകാലത്താണ് ബാലരാമപുരം ഒരു നെയ്ത്ത് ഗ്രാമമായി വളർന്നു തുടങ്ങുന്നത്. രാജകുടുംബത്തിനും ക്ഷേത്ര ആവശ്യങ്ങൾക്കുമായി ഉയർന്ന നിലവാരത്തിലുള്ള വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ നെയ്ത്തുകാരെ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരികയും ഇവിടെ പാർപ്പിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. നെയ്ത്ത് നേരിട്ട് കാണുക എന്നൊരു ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഈ ഗ്രാമത്തിലെത്തിയത്. ഈ വസ്ത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്നതും എങ്ങനെയാണെന്ന് കുഞ്ഞശ്ശനെ ഒന്നും പരിചയപ്പെടുത്തുകയും വേണം. അത്ര ഉണ്ടായിരുന്നുള്ളൂ നമ്മളുടെ ഒരു ലക്ഷ്യം. നമ്മൾ അവിടെ ഒരു കടയിൽ ചോദിച്ചു. ആ കടയിൽ ചോദിച്ചപ്പോൾ ആ കടക്കാരൻ പറഞ്ഞ പുറകിലെ നെയ്ത്തുശാല ഉണ്ട്, അവിടെ പോയി കണ്ടോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ ആ നെയ്യുന്ന സ്ഥലത്തേക്ക് എത്തി. അവിടെ കുറേ ചേച്ചിമാർ കസവും മുണ്ടും മറ്റും നെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ വളരെ ഹാപ്പി ആയിട്ടത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു കുഴിയിലേക്ക് ഇറങ്ങി നിന്ന മെഷീൻ കൈയും കാലും ഒരുപോലെ ചലിപ്പിച്ചുകൊണ്ടാണ് ഓരോ മുണ്ടും അവർ നെയ്തെടുത്തുകൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് അവരത് അത്രയും സ്പീഡിൽ ചെയ്യുന്ന കണ്ടപ്പോൾ ഞങ്ങൾക്ക് ആദ്യം അത്ഭുതവും അപ്പോൾ അവരോടൊരു ആദരവും തോന്നി കേട്ടോ. അങ്ങനെ ഞങ്ങൾ നെയ്ത്ത് കണ്ടു, അവിടെ നിന്ന് ഇറങ്ങി. ഇതാണ് ബാലരാമപുരത്തിൻ്റെ ചെറിയൊരു ചരിത്രവും ചിത്രവും. അപ്പം കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.